ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കുറച്ച് പേരുകൾ പറയാം, എന്നിട്ട് കഥയിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ ഡോക്ടർ ഹർലി, അയാളുടെ ഭാര്യ വേദവല്ലി ടീച്ചറായിരുന്നു. രണ്ടാമത് ദേവാനന്ദ്, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കുടിയേറ്റ കർഷകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായിരുന്നു. അയാളുടെ മകൾ പത്മലത. ഓക്കെ. പിന്നെ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് സൗജന്യ. ഓക്കെ, 17 വയസ്സുകാരി. ഇവരുടെ ഈ നമ്മുടെ കർണാടകയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥല എന്ന സ്ഥലത്തുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന SDM കോളേജിൽ പഠിച്ചിരുന്ന സൗജന്യയുടെ വിഷയത്തോട് കൂടിയിട്ടാണ് അവിടെ ധർമ്മസ്ഥലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രൊട്ടസ്റ്റ് പബ്ലിക്ക് ഇളകി തുടങ്ങിയത്. ആ ഒരു വിഷയത്തോട് കൂടിയിട്ടാണ് 2012 കേസോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. നമ്മുടെ പറഞ്ഞ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് മഞ്ജുനാഥ ക്ഷേത്രമാണുള്ളത്. മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ആ ട്രസ്റ്റ് കൈയാളി വന്നിരുന്നത് ഒരു ഫാമിലിയാണ്, ഹെഗ്ഡെ ഫാമിലി എന്ന് പറയും. ഇന്നും ആ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന കാരണവർ ആണ് ഈ ട്രസ്റ്റിൻ്റെ തലപ്പത്തുള്ളത്. ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ വിസ്തൃതിയുള്ള ക്ഷേത്രത്തിൻ്റെ പരിസരം സ്ഥലങ്ങളൊക്കെയാണ്. പറയുകയാണെങ്കിൽ ചുരുക്കി പറയാൻ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലം മൊത്തം കവർ ചെയ്യുന്നത് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് ഏകദേശം വരുന്നത്. അവർ പരമ്പരാഗതമായി അവിടെയുള്ള ജന്മിമാരായിരുന്നു. അപ്പോൾ അതിൻ്റെ കീഴിലുള്ള കോളേജാണ് SDM കോളേജ്. നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. ഫസ്റ്റ് പറഞ്ഞ പേര് ഡോക്ടർ ഹർലി. ഓക്കെ, അയാളുടെ ഭാര്യ വേദവല്ലി. ഡോക്ടർ ഹർലി ഈ പറഞ്ഞ നമ്മുടെ ബെൽത്തങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറായി വർക്ക് ചെയ്യായിരുന്നു. ഡോക്ടറുടെ ഭാര്യയ്ക്ക് അവർ BSc സയൻസ് കഴിഞ്ഞ് BEdും കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത്, ഇത് 1975 ഇപ്പോഴത്തെ ഈ കേസൊക്കെ നടക്കുന്നതിൻ്റെ അറൗണ്ട് 50 years ബാക്കാണ്. ഓക്കെ, അപ്പോൾ ടീച്ചറായിട്ട് അവിടെ ഈ SDM ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള ട്രസ്റ്റിൻ്റെ കീഴിലുള്ള SDM സ്കൂളിലേക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അവർ. അപ്പോൾ അവരങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ കാലഘട്ടത്തിൽ അവർ 5 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രമോഷന് സമയമായി. അപ്പോൾ അവർ അറിയിക്കുന്ന പ്രമോഷൻ അവർക്ക് കൊടുത്തില്ല, മാനേജ്മെൻറ്റ് കൊടുത്തില്ല. അപ്പോൾ ടീച്ചർ സ്വാഭാവികമായിട്ടും ചോദിക്കാൻ പോയല്ലോ നമ്മൾ ഡയറക്റ്റ് ഈ മാനേജറോട് തന്നെ, ഹെഗ്ഡെ ഫാമിലിയിലുള്ള മാനേജറോട് തന്നെ ഡയറക്റ്റ് ടീച്ചർ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ഈ പ്രമോഷൻ തടയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇവർ മറുപടി കൊടുത്തത്, നിങ്ങളുടെ ജാതി, നിങ്ങളിതിന് എലിജിബിൾ അല്ല. നിങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ, പക്ഷേ ഈ അവിടെ പ്രിൻസിപ്പളിൻ്റെ പോസ്റ്റിലേക്ക് പ്രൊമോട്ടഡ് ആകാൻ വേദവല്ലി ടീച്ചർ എലിജിബിൾ അല്ല. അപ്പോൾ അവർ ചോദിക്കുമല്ലോ എന്തുകൊണ്ട് എലിജിബിൾ അല്ല. അപ്പോൾ നിങ്ങളുടെ ജാതി ഇതിന് വിഷയമാണ് എന്ന് പറഞ്ഞ് അവരെ തയഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഒതുങ്ങിക്കൂടുന്നൊരു സ്ത്രീ ആയിരുന്നില്ല വേദവല്ലി ടീച്ചർ. വേദവല്ലി ടീച്ചർ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു. അവർ കോടതിയിൽ ഒരു സ്റ്റേ കൊടുത്തു. അപ്പോൾ സ്റ്റേ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിന് വൈരാഗ്യം തുടങ്ങി. സ്കൂൾ മാനേജ്മെൻറ്റിന് വൈരാഗ്യം തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ഇത് സാധാരണമായ മാനേജ്മെൻ്റ് ഒന്നല്ല. ആ നാട് ഭരിക്കുന്ന രാജാവിനോളം ശക്തിയും പവറും എങ്ങനെ നോക്കുകയാണെങ്കിലും, ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിലും, സോഷ്യലി നോക്കുകയാണെങ്കിലും, പിന്നെ സൊസൈറ്റി പരമായിട്ട് അവരുടെ കാസ്റ്റ് പരമായിട്ട് നോക്കുകയാണെങ്കിലും അത്രയും പവർഫുള്ളായിരുന്നു അവർ പകവച്ചു. ഡോക്ടർ ഒരു ദിവസം പുറത്തു പോയ സമയത്ത് വീട്ടിൽ കയറി ആക്രമിച്ചു. നമ്മുടെ ടീച്ചറെ അതിബ്രൂട്ടലി റേപ്പ് ചെയ്തത് മാത്രമല്ല, അവിടെയുള്ള ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന അധോലോകം അല്ലെങ്കിൽ D ഗാങ്ങിൻ്റെ പ്രത്യേകത അന്ന് തുടങ്ങുന്ന ക്രൂരതയാണ്. അവർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. പുറത്തുനിന്ന് തിരിച്ചു വന്ന ഡോക്ടർ കാണുന്നത് വൈഫ് ടീച്ചർ
മരിച്ചു കിടക്കുന്നതാണ്. അപ്പോൾ ഒരു ഡോക്ടറായതുകൊണ്ട് തന്നെ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ബ്രൂട്ടലി ഇവരെ ആക്രമിച്ച് അടിച്ച് റേപ്പ് ചെയ്ത് കൊന്നിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായി ഡോക്ടർക്ക്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇവർക്കെതിരെ ഫൈറ്റിംഗ് ആരംഭിച്ചു. ഫസ്റ്റ് കേസ് റിപ്പോർട്ടഡ് അഗെയിൻസ്റ്റ് ദ ഡി ഗാങ് ഇൻ ധർമ്മസ്ഥല. മഞ്ജുനാഥ ക്ഷേത്ര കമ്മിറ്റിക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഫസ്റ്റ് കേസ് ഇപ്പോൾ വന്നിരിക്കുന്ന കേസുകളിൽ നിന്ന് 50 വർഷത്തോളം പഴക്കമുള്ള ഡോക്ടർ ഹർലയുടെ ഭാര്യ വേദവല്ലി ടീച്ചറുടെ കേസാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ 2 പേരുകൾ. രണ്ടാമത്തെ പേരുകളിലേക്ക് നമുക്ക് പോകാം. ദേവാനന്ദ്, കുടിയേറ്റ കർഷകനും കേരളത്തിൽ നിന്ന് കർണാടകയിലെ ബെൽത്തങ്ങാടി താലൂക്കിലേക്ക് പോയ ദേവാനന്ദ്. ദേവാനന്ദിൻ്റെ മകളെ പത്മലതയെ ഇതുപോലെ തന്നെ ഒരു ദിവസം പെട്ടെന്ന് കാണാണ്ടാവുകയാണ്. അപ്പോൾ കാണാണ്ടാവുന്നതിൻ്റെ മുമ്പ് ഇവർക്ക് ക്ഷേത്ര ട്രസ്റ്റുമായിട്ട് എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവാനന്ദ് ആ സമയം ആ കാലഘട്ടം പറയുന്നത് 980 കാലഘട്ടമാണ്. 80-85 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 86 ഈ കുട്ടി കൊല്ലപ്പെടുന്നത്. ഈ ദേവാനന്ദിൻ്റെ മകള് നമ്മളീ പറഞ്ഞ പത്മലത കൊല്ലപ്പെടുന്നത് 986 1986 കൊല്ലപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ 980-85 കാലഘട്ടത്തിൽ കർഷക സമരങ്ങൾ ഇന്ത്യ ഒട്ടാകെ കർഷക സമരങ്ങൾ അലയടിക്കുന്ന കാലമാണ്. അതായത് ജന്മിത്തത്തിനെതിരെ അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങൾ, ചെറിയ ചെറിയ സ്ഥലങ്ങളെടുത്ത് പാട്ടത്തിനും ഇതൊക്കെ കൃഷി ചെയ്തിരുന്ന ആൾക്കാർ അവരെ ഒഴിപ്പിക്കാൻ ജന്മിമാർ ശ്രമിക്കുമ്പോൾ ഗവൺമെൻറ് കൂടി കൂട്ടുനിന്നിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെതിരെ കർഷക സമരങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന കാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടിയേറ്റ കർഷകനായ ദേവാനന്ദ്, ഓക്കെ, അദ്ദേഹം പിന്നെ അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു എന്നല്ല, അദ്ദേഹം പേര് കൊടുത്തു, നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അത് ദേവാനന്ദ്. അപ്പോൾ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ബെൽത്തങ്ങാടി താലൂക്കിൽ, നമ്മൾ ധർമ്മസ്ഥല ഈ പറഞ്ഞ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ അവിടെ. ഇവിടെയുള്ള അവസ്ഥ എന്താ? ധർമ്മസ്ഥലയിലെയും ബെൽത്തങ്ങാടിയിലെ അവസ്ഥ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ കർണാടകയിൽ ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ നിൽക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് വരെ നമ്മുടെ അത്രയും പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് ഞാനീ പറഞ്ഞ ക്ഷേത്ര ട്രസ്റ്റിയും ഹെഗ്ഡെ ഫാമിലിയും. അപ്പോൾ അതിനെതിരെ ഒരാൾ ശബ്ദിക്കുകയാണ്. 1985 കാര്യമാണ് പറയുന്നത്, 80-85 കാലഘട്ടത്തിലെ. അപ്പോൾ ഈ ദേവാനന്ദ് ഇവരെ കണ്ണിലെ കരടായി. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ഈ ഡി ഗാങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാണിനോട് പ്രതികാരം ചെയ്യുന്നത് അവനെ ഒറ്റയടിക്ക് അടിച്ചു കൊന്നിട്ടൊന്നുമില്ല. സമൂഹത്തിനൊന്നാകെ ഒരു പാഠം പഠിക്കണം. ഞങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഇവർ വിറക്കണം, പേടിക്കണം. ഈ അടിയ സമുദായം അല്ലെങ്കിൽ താഴെയുള്ള തായ് ജാതിക്കാർ ഇവന്മാരെ ഇനി നമ്മുടെ അടുത്ത് കളിക്കാത്ത വിധത്തിൽ അടിച്ചൊതുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ ശിക്ഷ വരിക. ആ ശിക്ഷ വന്നത് ഞാനീ പറഞ്ഞ പത്മലത എന്ന് പറഞ്ഞ കുട്ടി ഇവരുടെ തന്നെ ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കോളേജുണ്ട്, SDM കോളേജ്. ഈ SDM കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. കോളേജ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ കുട്ടിയെ, ഇതൊക്കെ കേസ് ഇന്നും നിലനിൽക്കുന്നതാണ്. അതായത് ഈ കുട്ടിയുടെ സിസ്റ്റർ, അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി പത്മലയുടെ. ഇന്നും സിസ്റ്റർ ഇതിൻ്റെ ഒരു 10 വർഷം മുമ്പ് വരെ കേസ് പിന്നെ ഇതിൻ്റെ കേസ് അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ളത് വരെ അന്വേഷിച്ചിട്ട് സ്റ്റേ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി കോളേജ് കഴിഞ്ഞിട്ട് വിട്ടു വരുമ്പോൾ നമ്മളീ പറഞ്ഞ ഹെഗ്ഡെ ഫാമിലിയിലെ ഇയാളുടെ അവിടുത്തെ തലവൻ്റെ അനിയനായിട്ടാണ്, എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല, ശൈലേന്ദ്രകുമാർ ഹെഗ്ഡെയാണെന്ന് തോന്നുന്നു, പേര് കറക്റ്റാണല്ല. അപ്പം ഈ ഹെഗ്ഡെയും ആ സ്കൂളിൻ്റെ തന്നെ പിന്നെ ഒരു അധ്യാപകനായ പ്രഭാകർ, ഇവർ രണ്ടുപേരും കൂടി വലിച്ച് അവരെ കാറിലേക്ക് ഇടുന്ന കണ്ട സാക്ഷികൾ വരെയുണ്ട്, അവരുടെ മൊഴി വരെയുണ്ട്. അപ്പോൾ അങ്ങനെ കാണേണ്ട കുട്ടിയെ പിന്നെ ഇവർക്ക് ഈ ദേവാനന്ദിന് കിട്ടുന്നത് 2 മാസങ്ങൾക്ക് ശേഷം 986 ജനുവരിയിലായിട്ടാണ് സംഭവിക്കുന്നത്. എന്നിട്ട് ഈ കുട്ടിയുടെ ബോഡി കിട്ടുന്നത് ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ്, ഫെബ്രുവരി ലാസ്റ്റാണ്. കറക്റ്റ് പറയുന്നത് 56 ദിവസങ്ങൾക്ക് ശേഷം ഈ കുട്ടിയുടെ പത്മലതയുടെ പിന്നെ മൃതദേഹം, ഫുൾ നേക്കഡായിട്ടുള്ള മൃതദേഹം നേത്രാവതി പുഴയുടെ ഒരു കൈവരി ഒഴുകുന്നിടത്ത് അവിടെ പൊങ്ങുകയുണ്ടായത്. അപ്പോൾ ആ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ അച്ഛൻ ദേവാനന്ദ് കൊടുത്തൊരു വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ച് മാത്രമേ ബോഡിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം മാംസങ്ങൾ വരെ
ഇവർ അത്രയും വികൃതമായ നിലയിലായിരുന്നു ബോഡി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ദേവാനന്ദും ആ ഫാമിലിയിൽ അവരുടെ അമ്മയും കുട്ടിയുടെ അമ്മയും സിസ്റ്റേഴ്സൊക്കെ വളരെ വളരെ പോരാടി. പക്ഷെ ഇത് ആർക്കെതിരെയാണ് പോരാടുന്നത്? ഒരു വ്യക്തിക്കെതിരെയല്ല. ഇവർ പോരാടുന്നത് ഒരു പവർ ഗാങ്ങിനെതിരെയാണ്. ഇതൊരാൾ ചെയ്തതല്ല. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരാളെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഒരുപാട് കൊലപാതകങ്ങൾ ഇത്രയും കാലം മറച്ചു വെക്കാനൊന്നും ഒരു സൈക്കോ കില്ലർക്കോ അല്ലെങ്കിൽ ഈ സൈക്കോ കില്ലർ എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന കഥയിൽ പെൺകുട്ടിയെ കൊന്നതിന് അവിടുത്തെ പോലീസുകാർ തന്നെ പിടിച്ചു കൊടുത്തത് ഒരു പാവപ്പെട്ട മാനസികാരോഗ്യത്തിന് വിഷയമുള്ള ഒരാളെ, സന്തോഷ് എന്ന് പറഞ്ഞ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരുത്തനെ അവിടെ നടന്നു പോകുന്ന ഒരുത്തനെ പിടിച്ചിട്ട് ഇവനാ പ്രതി എന്ന് പറഞ്ഞിട്ട് ഒരു കേസുണ്ട്. അത് നെക്സ്റ്റ് കേസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കേസിനൊന്നും ഇതുവരെ റിസൾട്ട് ഇല്ലാതിരിക്കാൻ കാരണം ഇവർ പടപൊരുത്തുന്നത് രാജാക്കന്മാർക്കെതിരെയാണ്. അപ്പോൾ ചോദിക്കും രാജാക്കന്മാർ ഇപ്പോൾ ഉണ്ടോ? ഇന്നത്തെ കാലത്ത് എവിടെയ രാജാവ് ഉണ്ട്? ആ രാജാവുള്ള സ്ഥലമാണ് ധർമ്മസ്ഥല. അതുകൊണ്ടാണ് ഈ കേസ് ഇത്ര നാളും പുറലോകം അറിയാതെ പോയത്. ഈ 2025 വരെ കാത്തിരിക്കേണ്ടി വന്നതും ഇന്നിത്ര പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നതും ഇയാളുടെ പവർ കൊണ്ടാണ്, ഈ ടീമിൻ്റെ പവർ കൊണ്ടാണ്. ഹെഗ്ഡെ ഫാമിലിയുടെ, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റി എന്ന് പറയുന്ന ടീമിൻ്റെ ഈ തോന്നിവാസങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന് അവരൊരാളാ ചെയ്തതെന്ന് പറയുന്നില്ല, കൂട്ടുനിന്നിട്ടുള്ള ഈ ഒരു ഡി ഗാങ്ങിൻ്റെ പവർ കൊണ്ടാണ് ഈ കേസ് ഇതുവരെ അനക്കമൊന്നുമില്ലാത്തത്. ഇനിയും അനക്കമൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോഴും അവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ തന്നെയാണുള്ളത്. ഇപ്പം മൃതദേഹങ്ങൾക്ക് ഇവർ പറയുന്നത് 13 പോയിൻ്റാണ്. ഇപ്പോഴത്തെ ഈ നമ്മുടെ പണ്ടത്തെ കാവൽക്കാരൻ അവിടെ ഈ കുയ്യൊക്കെ എടുത്ത് കൊടുത്ത് 10 വർഷം മുമ്പ് വരെ കുഴിച്ചിട്ട ഈ അവിടുത്തെ സൂക്ഷിപ്പുകാരൻ, ഗേറ്റ്മാൻ, വാച്ച്മാൻ എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ, അയാളാണ് ഇപ്പം മുഖംമൂടി ഇട്ടിട്ട് വാർത്തകളിലൊക്കെ വന്ന് ഈ വിഷയം പറയുന്നുണ്ടല്ലോ. എനിക്ക് കുറ്റബോധം കൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ 13 പോയിന്റുകളിൽ നിന്ന് 6ാമത്തെ പോയിന്റിൽ നിന്നും 11ാമത്തെ പോയിന്റിൽ നിന്നും എല്ലും കഷ്ണങ്ങളൊക്കെ കിട്ടി. അപ്പോൾ പറയുകയാണ് അതിൽ 2 ജെൻസിൻ്റെ ആണുങ്ങളെയാണ്, അതുകൊണ്ട് ഇതൊക്കെ തെറ്റാണെന്ന്. അതെങ്ങനെയാണ്? ആണുങ്ങൾ ഇവർക്ക് ഒന്നുകൂടെ ഇവിടെ പറയുന്നത് കേസ് ബലാത്സംഗ കേസിൻ്റെയോ റേപ്പിൻ്റെയോ മാത്രമല്ല, ഇവർക്കെതിരെ നിന്ന് ആരൊക്കെയാണോ എല്ലാവരെയും തട്ടിയിട്ടുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണൂലേ, നൈസായിട്ട് വില്ലന്മാരെ വന്നിട്ട് കൊല്ലുന്നു, കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. അതിനെതിരെ ആർക്കും ഒന്നും പറയാനില്ല. പോലീസുകാർ അനങ്ങുന്നില്ല, സമൂഹം അനങ്ങുന്നില്ല, ജനങ്ങൾ പേടിച്ചിട്ട് മിണ്ടുന്നില്ല. യെസ്, അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ജനാധിപത്യമെല്ലാം പേരിലാണ്. അവിടെയുള്ളത് രാജാധിപത്യം തന്നെയാണ്. രാജാവിന് പകരം ആ ട്രസ്റ്റാണ് ആ നാട് ഭരിക്കുന്നത്, വിറപ്പിച്ച് ഭരിക്കുന്നത്. പക്ഷെ മാറ്റങ്ങൾ വരും. മാറ്റം ഒഴിച്ച് ബാക്കിയെല്ലാം മാറുമെന്ന് പറഞ്ഞ പോലെ എല്ലാം പിടിക്കപ്പെടും. അപ്പോൾ നമ്മൾ പറഞ്ഞ കഥ, ഈ കഥയിൽ പുഷ്പലത, പത്മലതയുടെ കേസാണ് ഇപ്പം പറഞ്ഞത്. ഇനിയുള്ളത് സൗജന്യയുടെ പ്രശ്നം കൊണ്ട്, സൗജന്യയുടെ വിഷയത്തിലാണ് മൊത്തമായിട്ട് ഇളകി മറിയുന്നത്. സൗജന്യയുടെ വിഷയം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം.